ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഓൾറെഡി ഒരു ലൈവ് മാർക്കറ്റിൽ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് നിങ്ങളിൽ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. നമുക്ക് 1000 സബ്സ്ക്രൈബർ കടന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ. നമ്മൾ ഏകദേശം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസം ആയതേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് കൊണ്ട് 1000 സബ്സ്ക്രൈബർ 2 മാസം കൊണ്ട് തന്നെ കടക്കാൻ ഇടയായി. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും എന്നോട് കൂടെ നിൽക്കുന്നു എന്നുള്ള തെളിവാണല്ലോ ഈ 1000 പേര്. അപ്പോൾ ഈ 1000 പേര് തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ 1000 പേര് സബ്സ്ക്രൈബർ ഇത്ര പെട്ടെന്ന് തന്നെ 1000 പേരായത്. ഓക്കെ, അപ്പം അതിന് വളരെയധികം നന്ദിയുണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും, എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും, എന്നെ അറിയുന്നവരോടും, എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. 1000 പേരെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇടയാക്കിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം കൊണ്ട് തന്നെയാണ്. അതിന് എല്ലാവർക്കും ഒരു നന്ദി പറയുന്നു. ആ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിന്നത്തെ പ്രീ മാർക്കറ്റ് ആൻഡ് പോസ്റ്റ് മാർക്കറ്റിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഇടയ്ക്കൊരു ലൈവ് ട്രേഡ് വന്നായിരുന്നു. നമ്മൾ ട്രേഡ് എടുത്തതിൻ്റെ ലോജിക്ക് പറയാൻ വേണ്ടി. അത് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ലോജിക്കും നമ്മൾ എങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ 4 മിനിറ്റുള്ള ഞാൻ ഇടയ്ക്ക് ചെയ്തായിരുന്നു മാർക്കറ്റ് ലൈവ് സമയത്ത്. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാനത് ഇവിടെ പിൻ ചെയ്തേക്കാം. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് നമ്മൾ വരച്ച ലെവലിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തത്. ഏകദേശം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിൻ്റെ അവിടെ തന്നെയാണ്. ഏകദേശം 100 പോയിൻ്റ് ഗ്യാപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഇവിടെ നമ്മുടെ ലൈൻ ഇതായിരുന്നു. ഇവിടെ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഇതിന് ശേഷം ഇവിടുന്ന് മുകളിലോട്ട് നേരെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൊമെൻറ്റമാണ് കാണിച്ചത്, ഇല്ലേ? പോസിറ്റീവ് മൊമെൻറ്റം കാണിച്ചെങ്കിലും ഞാൻ മറ്റേ വീഡിയോക്കകത്ത് പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് മൊമെൻറ്റം കാണിച്ചെങ്കിലും ഫ്യൂച്ചർ അവിടുന്ന് മേലോട്ട് പോകാൻ കൂട്ടാക്കിയില്ല. ഇവിടുന്ന് ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തു. ഇത്രയും നമ്മൾ ക്യാപ്ചർ ചെയ്തു. ഇത്രയും നമ്മൾ ക്യാപ്ചർ ചെയ്തു. ഏകദേശം ഒരു 30-40 പോയിൻറ്റോളം നമുക്ക് കിട്ടി, അല്ലേ? 30-35 പോയിൻറ്റോളം നമുക്ക് ഇവിടം വരെ കിട്ടി. നമ്മളത് അത് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്ത് നമ്മൾ ട്രേഡ് വിട്ടു. പിന്നെ നമ്മൾ ട്രേഡ് എടുത്തേ ഇല്ല. കാരണം ഇന്നലെ നമ്മൾ ഓൾറെഡി ഒരു ഓവർനൈറ്റ് ഹോൾഡിങ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പൊസിഷൻ. നമുക്ക് ഇന്നൊരു 100 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് കിട്ടിയപ്പോൾ തന്നെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. നമ്മളത് ഏകദേശം അത് ഒരു 30-40 പോയിൻറ്റോളം നമുക്ക് കിട്ടി. സെക്കൻഡ് ട്രേഡും നമുക്കൊരു 30 പോയിൻറ്റോളം നമുക്ക് കിട്ടി. അങ്ങനെ 2 ട്രേഡ് നമുക്ക് വിജയകരമായി. പിന്നെ നമ്മൾ ട്രേഡൊന്നും എടുത്തേ ഇല്ല. എല്ലാം തന്നെ അതിൻ്റെ വഴിക്ക് വിട്ടു. പിന്നെ മാർക്കറ്റ് എങ്ങോട്ട് പോയാലും നമുക്ക് നമ്മുടെ വിഷയമല്ല മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നുള്ള കാര്യം. അപ്പം ഇന്നത്തെ ആ ട്രേഡിൻ്റെ ലോജിക്ക് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അത് വീണ്ടും ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് വന്നതിന് ശേഷം വീണ്ടും തിരിച്ച് റീബൗണ്ട് ചെയ്തു. ഒരു നല്ലൊരു മൊമെൻറ്റം തന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഏകദേശം ഒരു 170 പോയിൻറ്റ് ഗ്യാപ്പപ്പിന് ശേഷം വീണ്ടും ഒരു 80 പോയിൻറ്റോളം മാർക്കറ്റ് ട്രാവൽ ചെയ്ത് നമ്മുടെ ഒരു 13,200 റേഞ്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 13,200ൻ്റെ ഒരു റേഞ്ച് വരച്ചായിരുന്നു. ആ 200 റേഞ്ച് എത്തി മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പം അതേ ഏകദേശം 13,216 റേഞ്ച് 13,213 റേഞ്ചിൽ വന്ന് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തിട്ട് നേരെ തിരിച്ച് താഴോട്ട് പോകുന്നു. ഇപ്പം നിലവിൽ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഒരു 13,250 റെസിസ്റ്റൻസ് എടുത്ത് നേരെ തിരിച്ച് താഴോട്ട് വരുന്നൊരു സിനാരിയാണ് നമ്മൾ കണ്ടത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്നത്തെ റാലിയുടെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മെയിൻ സംഭവം ഇന്ത്യ ഹോട്ടൽ, ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് ഇന്ത്യ ഹോട്ടൽ ഒരു സൂപ്പർ റാലി, ഒരു 25 പോയിൻറ്റിന് ഒരു 30 പോയിൻറ്റിന് റാലി തന്നു. ആ ഈ ഒരൊറ്റ റാലി കൊണ്ടാണ് മാർക്കറ്റ് ഇത്രയും മേലോട്ട് പോയത്. അതിൻ്റെ കൂടെ തന്നെ കോഫോർജ് ഏകദേശം 5%, 316 പോയിൻ്റ് അപ്പ്, ഒരു 5% അതും പിന്നെ നമുക്കൊരു പോസിറ്റീവ് മൊമെൻ്റ് തന്നു. ഇന്ത്യ ഹോട്ടലും ഒരു 5% തന്നു. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എല്ലാം പോസിറ്റീവ് മൊമെൻ്റും ആയിരുന്നു. ഈ കുമിൻസ് ഇന്ത്യയൊക്കെ 2% നമുക്ക് തന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ സമ്മിശ്രമായിട്ട് നോക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു റാലി നമുക്ക് കിട്ടുക. കാരണം ഇതുപോലൊരു റാലി മറ്റെങ്ങും നമ്മൾ കണ്ടില്ല. ബാങ്ക് നിഫ്റ്റിയിലോ ഒന്നും നമ്മൾ ഇതുപോലെ ഇത്രയും വലിയൊരു റാലി കണ്ടില്ല. കാരണം ഇത് 200 പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞു 150 പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞ് മിഡ് ക്യാപ്പിൽ പോകാമെന്ന് കഴിഞ്ഞാൽ ഒരു നിഫ്റ്റിയിലൊക്കെ ഒരു 400-500 പോയിൻറ്റിൻ്റെ മൂവാണ് നമുക്ക് മിഡ് ക്യാപ്പിൽ 200 പോയിൻറ്റ് മൂവ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പം ഇനി നാളെ നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളതാണ്. നാളെ ഇതുപോലെ തന്നെ ഈ സ്റ്റോക്കുകളെല്ലാം പെർഫോം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നാളത്തെ ലെവലുകൾ നമുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. നാളത്തെ ലെവലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് ഇൻവാലിഡായി, ഇത് നമുക്ക് വേണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വെക്കാം. 13,213 213 ഈ റേഞ്ചിലിരിക്കട്ടെ അത്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് ഇതായിരിക്കും, ഇത്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ സെക്കൻഡ് ലെവൽ. തേർഡ് ലെവൽ എന്ന് പറയുന്നത് ഇത്. ഓക്കെ, ഇനി വേറെ എന്താണ് നമുക്ക് നോക്കാനുള്ളത്? ഇതിങ്ങനെ ഇരിക്കട്ടെ, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇതിൻ്റെ ഈ ലൈൻ്റെ ആവശ്യമില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത്, മാർക്കറ്റിൻ്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് നമുക്ക് തന്നെ കണക്കൂട്ടാം. 13,300 നമുക്ക് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് കണക്കൂട്ടാം. ഓക്കെ, 13,300. ഓക്കെ, ഇനി മാർക്കറ്റ് ഇവിടുന്ന് റാലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 13,300 വരെ വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പണ്ട് വരച്ച പോലെ തന്നെ നമ്മുടെ ഈ ഇതിനകത്ത് വരേണ്ട, നമ്മളിതൊരു ബേസ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട് മേളിൽ. അപ്പം അവിടെ വരെ എത്തുമെന്നുള്ളത് നമ്മൾ കണ്ടിരിക്കണം. ഏതായാലും വരച്ചിട്ടേക്കാം. ഓക്കെ, മാർക്കറ്റ് നാളെ 13,300 വരെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. 300 മേലോട്ട് ബ്രേക്കൗട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത് നമുക്ക് അവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് മേളിൽ. നമ്മൾ ഡേ ടൈം ഫ്രെയിം വരച്ചിട്ട് ട്രെൻഡ് ലൈൻ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ വരെയൊക്കെ എത്തുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. എനിവേ, നമുക്ക് മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നോ ഇല്ലയെന്ന് നമുക്ക് നോക്കിയിട്ട് വേണം അടുത്ത ട്രേഡുകൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ. അപ്പം താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും നമുക്ക് താഴോട്ടൊരു ട്രേഡ് കിട്ടുന്നത്. അതിന് ശേഷം ട്രേഡ് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം ഇതിനിങ്ങോട്ട്. ഈ രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് നിലവിൽ ഇതിനകത്ത് കാണാനുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് നാളത്തെ ലെവലുകൾ. നാളെ 11 സെപ്റ്റംബർ. ഓക്കെ, നാളെ. അപ്പോൾ നാളത്തെ ലെവലുകൾ ഇതാണ്. നിങ്ങളുടെ ചാർട്ടിനകത്തിൽ ഇതെല്ലാം വരച്ചിട്ടിട്ട് ഈ ലെവലുകൾക്കനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നമുക്കൊരു ഈ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു ട്രേഡ് ഞാനതിൽ ഇട്ടായിരുന്നു, ഒരു 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. അപ്പം 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഞാനത് അവിടെ ഇട്ടപ്പം ആ സ്റ്റോപ്പ് ലോസ് അടിച്ചു 5 പോയിൻ്റ്. അപ്പം 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പോലും സഹിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം അതിനകത്തിൽ 2-3 പേര് ഇങ്ങനെ മീൻസ് എന്താ പറയുന്നത്, ഒരു നിരാശയുടെ പിന്നെ എന്താ പറയുന്നത്, ഒരു ഇമോജി ഇട്ട് കണ്ടു ഞാൻ. അപ്പം അതിനകത്തിൽ ഒരു ട്രേഡിനകത്തിൽ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് അടിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പോലും സഹിക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തിലെ ട്രേഡിംഗ് ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തോരം പൈസ നിങ്ങൾ ചുമ്മാതെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം, നിങ്ങൾ ഈ ഓപ്ഷൻ ബൈ ചെയ്യുന്നവരുടെ എല്ലാവരുടെയും ട്രേഡിംഗ് ലൈഫ് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പം അവിടെ തന്നെ ഒരു 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചപ്പം ആൾക്കാരുടെ ആ നിരാശ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ചിരി വന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പോലും സഹിക്കാൻ ആൾക്കാർ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഒരു രക്ഷകനാണ്. സ്റ്റോപ്പ് ലോസ് ഇടാതെ ചാർട്ടിനകത്ത് നോക്കി നമ്മൾ ട്രേഡ് ചെയ്ത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ ട്രേഡ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ടായി പോകുന്നതിൻ്റെ കാര്യം, അതിൻ്റെ പുറകിലുള്ള സിനാരിയോ അതാണ്. ഓക്കെ, ഈ നമ്മൾ നോക്കിയിരുന്ന് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മെൻറ്റാലിറ്റി. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വരുമ്പോൾ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ അടിച്ചെങ്കിൽ അടിച്ചു. ഓക്കെ, 5 പോയിൻ്റുള്ള നഷ്ടം വന്നുള്ളൂ. ഓക്കെ, അത് നമ്മുടെ വിഷയമല്ല. ഞാൻ ജസ്റ്റ് അവിടെ അങ്ങനെ ഒരു സംഭവം കണ്ടുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ലെവലുകൾ നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ലെവലിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ട്രേഡ് വിടുക, അല്ല താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് അതിനവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വാട്സപ്പ് ചാനൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്തിൽ ഞാൻ പിന്നെ എൻ്റെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് വെച്ചേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അവിടെ ലൈവ് മാർക്കറ്റിൽ ലെവലുകൾ കിട്ടും. നിങ്ങൾക്കത് ഉപയോഗിക്കാൻ വേണ്ട രീതിയിൽ അത് പ്രയോജനപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. എല്ലാവരും ഇത് കാണാനും ലൈക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.